മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. നിലവിൽ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സോണിയാഗാന്ധിയാണ്. ഇനിയും വലിച്ചു നീട്ടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് സോണിയാഗാന്ധി ചർച്ചകൾ വേഗത്തിലാക്കി കഴിഞ്ഞു. സോണിയാഗാന്ധി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഫോണിലൂടെ ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയാണെന്നും മനസ്സിലുള്ള പേര് ഇതാണെന്നും പറഞ്ഞ് സോണിയാഗാന്ധി അവതരിപ്പിച്ചു. എന്നാൽ വി.ഡി. സതീശൻ എന്ന പേരിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിൽ നേരത്തെ മുസ്ലിം ലീഗ് ഉറച്ചു നിന്നിരുന്നു. ആ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് സോണിയാഗാന്ധിയോട് ലീഗ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും ഫലം വന്നപ്പോഴും എല്ലാം ലീഗ് വി.ഡി. സതീശൻ എന്ന പേരിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. നേരത്തെ കെ.സി. വേണുഗോപാലിനെ കെട്ടിയിറക്കിയാൽ അംഗീകരിക്കില്ലെന്ന പിടിവാശിയിൽ നിന്നും പിന്നോട്ട് പോയത് ശുഭസൂചനയായി കാണാൻ സാധിക്കും. ലീഗിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് സോണിയ പാണക്കാട്ടേക്ക് ഫോൺ വിളിച്ചത്. ഇതോടെ ലീഗുമായിട്ടുള്ള മുഖ്യമന്ത്രി ചർച്ചകളിൽ അസ്വാരസ്യം ഒഴിവാക്കാൻ സാധിച്ചു. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾ ഡൽഹിയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അണികൾ തമ്മിലടിച്ചത് വലിയ നാണക്കേട് കോൺഗ്രസിനുണ്ടാക്കിയെന്ന കാര്യത്തിലും സോണിയാഗാന്ധിക്ക് വലിയ അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 9 ദിവസമായിട്ടും ചർച്ച എവിടെയും കൊണ്ടുവന്നെത്തിക്കാൻ സാധിക്കാത്തത് വലിയ അതൃപ്തി സമ്മാനിക്കുന്നുണ്ട്. വിഷയം തെരുവിലേക്ക് നീട്ടിയതിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് പൊട്ടിത്തെറിച്ചാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. സോണിയാഗാന്ധിയും വിഷയം വഷളാക്കിയതിൽ കോൺഗ്രസ് നേതാക്കളെ വിളിച്ച് എതിർപ്പ് പരസ്യമാക്കുകയും ചെയ്തു. പ്രവർത്തകരെ ചേരിതിരിച്ച് തെരുവിലേക്ക് ഇറക്കിയത് ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ ദേശീയ നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയത്തിൻ്റെ ശോഭ കെടുത്തിയെന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തലിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വി.ഡി. സതീശന് വേണ്ടിയും കെ.സി. വേണുഗോപാലിന് വേണ്ടിയുമാണ് പ്രവർത്തകർ തെരുവിൽ ഫ്ലക്സി യുദ്ധം ആരംഭിച്ചത്. പിന്നാലെ സതീശനും വേണുഗോപാലും നേരിട്ടെത്തി പ്രവർത്തകരോട് ശാന്തരാകുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതുവരെ ചർച്ചകളിൽ നിന്നും മാറി നിന്ന പ്രിയങ്കയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നീക്കങ്ങൾക്കാണ് ഹൈക്കമാൻഡ് മുൻതൂക്കം നൽകുന്നത്. പ്രഖ്യാപനം വൈകില്ലെന്നും മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. 63 MLA-മാരിൽ ഏറ്റവും കൂടുതൽ പേർ ആരെയാണ് പിന്തുണച്ചത് എന്നത് മാത്രമാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. മുഖ്യമന്ത്രിക്കൊപ്പം ഉപമുഖ്യമന്ത്രി പദം ഉണ്ടായിരിക്കുമെന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നെങ്കിലും നിലവിൽ ഇതിന് സാധ്യതയില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.